ഉച്ചയ്ക്ക് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് വെറുതെ മുറ്റത്തോടെ നടക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് കേട്ടോ. വെറുതെ എല്ലാ ചെടികളോടും വർത്താനൊക്കെ പറഞ്ഞ് പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടക്കുന്ന ഒരു പരിപാടി എനിക്കിഷ്ടമാണ്. അങ്ങനെ പതിയെ മുറ്റത്തോട്ടും പറമ്പിലോട്ടൊക്കെ ഇറങ്ങി നോക്കി. ഞാൻ ആദ്യം കണ്ടൊരു പൊത്ത. എനിക്ക് തോന്നുന്നത് പാമ്പിൻ്റെ അല്ല, എലി പൊത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ എലിയുടെ ലക്ഷ്യം മൊത്തം ഇതായിരുന്നു കേട്ടോ. ഇതെന്താ കുരുമുളക് ചെടിയാണ് കേട്ടോ. നിലത്തൂടെ പോയൊരു ചെടി ഞാൻ കയറ്റി ഒരു മരത്തെ കൂടെ വിട്ടതാണ്. ഇപ്പം അത്യാവശ്യം കായൊക്കെ ഉണ്ട്. വിൽക്കാനൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമുണ്ട്. അപ്പോൾ പഴുത്ത് തുടങ്ങി. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറിക്കുകയാണേ. മുകളിലോട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ കൈ എത്തത്തില്ല. പിന്നെ കൂടുതൽ അഭ്യാസം നമുക്ക് കാണിക്കാനും പറ്റത്തില്ല, കാരണം താഴോട്ട് കൊക്കയാണ്. താഴത്തെ വീടിൻ്റെ മുറ്റത്ത് പോയി കിടക്കും. പിന്നെ കുറേ പഴുത്ത് വീണിട്ടുണ്ടേ. ഒന്നാമത് ആരും ഇല്ലല്ലോ വീട്ടിൽ. ഇങ്ങനെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? കണ്ടോ, സൈഡിലൊക്കെ കിടപ്പുണ്ട് വേറെ. ഇത് കുരുമുളകാണ്, പക്ഷേ ഇത് കാട്ടുകുരുമുളകാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് വ്യത്യാസം. കണ്ടോ, നല്ല നീളം ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് കുരുമുളക് ആണെങ്കിലും കാട്ടുകുരുമുളകാണ്. ഒരു ടേസ്റ്റില്ല, പച്ചവെള്ളം തിന്നുന്ന പോലെ ഇരിക്കും. പച്ചവെള്ളം കഴിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, കണ്ടോ വ്യത്യാസം എന്ന് പറഞ്ഞാൽ? കണ്ടോ, ആ താഴെ കാണുന്നതാണ് ശരിക്കുള്ള കുരുമുളക്, ഇത് കാട്ടുകുരുമുളക്. എൻ്റെ ഇലയുടെ വ്യത്യാസം കണ്ടോ, എൻ്റെ കായയുടെ വ്യത്യാസം കണ്ടോ? അങ്ങനെ രണ്ട് തരമുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും കയറി പോകുന്നത് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പൊത്ത് ഉണ്ട് കേട്ടോ, രണ്ടാമത്തെ പൊത്ത്. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ പാമ്പിൻ്റെ ആയിരിക്കും, വലിയ മണമാണ്. കൈയിടാൻ പോകണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാം നോട്ട വിടും കേട്ടോ. കുറേ വിറകൊക്കെ കിട്ടി. ഈ വിറക് മുറ്റത്ത് ഇപ്പോൾ അടുപ്പുണ്ടല്ലോ, അപ്പോൾ വിറക് കാണുമ്പോൾ ഞാൻ ഒരെണ്ണം പോലും ഇടാറില്ല കേട്ടോ. എല്ലാം കൊണ്ട് വീട്ടിൽ വെക്കും. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ വിറക്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട് ഫോൺ. ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വരുന്ന പ്രശ്നമാണ്. എവിടെ നോക്കിയാലും വിറകോട് വിറക്. അത് ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വെക്കണം വിറക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കാപ്പിക്കുരു കിടപ്പുണ്ടായിരുന്നു. എനിക്ക് കാണാതെ പോയ കാപ്പിക്കുരുവാണ്. ഇനി പറിച്ചിട്ട് കാര്യമില്ല, ഇത്രയും കിട്ടിയിട്ട് എന്ത് കാണിക്കാനാ, പഴുത്തു പോയി. അതൊക്കെ കണ്ട് ഉറുമ്പ്. ഈ ഉറുമ്പിനെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളെ. കാരണം ഇതിൻ്റെ കടി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പേര് മുളിയൻ ഉറുമ്പെന്നാണ് കേട്ടോ. മുളിയൻ. അത് നമ്മൾ കാപ്പിക്കൊക്കെ പറിക്കാൻ കൈ ഇടുമ്പോഴത്തേന് ഇതിങ്ങനെ കൂടുകൂട്ടിയിരിക്കും കേട്ടോ കാപ്പിയിൽ. എന്നിട്ട് കടിക്കും. കടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മുളിയൻ എന്ന് വിളിക്കാൻ കാരണമുണ്ടേ. അതിങ്ങനെ വളഞ്ഞു നിൽക്കും കേട്ടോ, വില്ല് പോലെ വളഞ്ഞു നിൽക്കും. ഭയങ്കര കടിയാണ്, കണ്ടാൽ മനസ്സിലാവും. കണ്ടോ വളഞ്ഞു നിൽക്കുന്നത്. അയ്യോ, ഇതിൻ്റെ കടി സഹിക്കാൻ മേലെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോ, ഒരു ചെടി നിൽക്കുന്നുണ്ടോ. അത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ കളരിയിലാണ്, അംഗൻവാടിയിലല്ല കേട്ടോ, കളരിയിലാണ് പഠിച്ചത്. ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെടി ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് കൗതുകം തോന്നും, അതിങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. ഞാനത് പറിച്ച് മണത്ത് നോക്കിയപ്പോൾ നല്ല മണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നും എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും പറക്കി മുക്കി കൊണ്ട് വെക്കും, വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ പറിക്കാൻ പറ്റില്ല, അഭ്യാസം കാണിക്കാൻ പറ്റത്തില്ല. മണ്ടിയെന്ന് താഴെ പോവും, കൈയും കാലും കൊടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതുമായിട്ട് വീട്ടിൽ വന്നു. ഒരു ചേമ്പല പറിച്ച് അതിലോട്ട് വെച്ച് കേട്ടോ. ഉണക്കാൻ വെച്ചതാണ്, ഇത്രയല്ലേ ഉള്ളൂ. ചിലർ ഇതിൻ്റെ ഉണങ്ങിയിട്ട് ഇതിൻ്റെ തിരിയില്ലേ, അതായത് അതിൻ്റെ ആ നാര്, അതിങ്ങനെ പറമ്പിലും വഴിയിലും, പറമ്പിലല്ല വഴിയിലും റോട്ടിലൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അത് ചവിട്ടി പോകണം, അല്ലെങ്കിൽ അതെന്തോ എന്താ ഇടപാടാ, അത് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. അപ്പോൾ അവൾ കുസൃതി തുടങ്ങി കേട്ടോ. ഉണങ്ങാൻ ഇട്ടൊരു സാധനം എടുത്ത് കണ്ടോ അവളുടെ കുപ്പിക്കകത്ത് നിറയ്ക്കുകയാണ്. അത് നമ്മുടെ മുറ്റത്തെ പ്ലാവ്. ഈ പ്രാവശ്യം ചക്കയുണ്ട് ഏറ്റവും വെളിയിലാണ്. ഇത് ഭയങ്കര ഉപദ്രവമാണ്, കാരണം പഴുത്ത ചക്ക എപ്പോഴാണ് വന്ന് തല വീഴുന്നതെന്ന് അറിയത്തില്ല. വഴിയെക്കൂടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നേരെ തലയിലിരിക്കും. അനുഭവമുണ്ട്. അത് ഇറങ്ങി താഴോട്ട് പോകുന്ന വഴിക്ക് കൃത്യം ബാക്കിൽ വന്ന് ചക്ക വീണ അനുഭവമുണ്ട് കേട്ടോ. വിശ്വസിക്കാൻ പറ്റിയല്ല ഇത്. പിന്നെ പറമ്പിലോട്ട് കയറി വീണ്ടും. ഇത് പിള്ളേരുടെ കുതിര. അത്
ഒരു എന്നാ കൊക്കോ മരത്തിൻ്റെ തടി വീണ് കിടന്നത്. അതിങ്ങനെ കിടന്ന് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അങ്ങോട്ട് കയറുന്ന കാണുമ്പോഴേ കുഞ്ഞത് കയറി വരും കേട്ടോ. ഇത് കയറാൻ വരുന്നതാണ്. ഇവൾക്ക് കയറി വരാനറിയാം, ഇറങ്ങിപ്പോകാൻ അറിയത്തില്ല. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ പുറകെ കാണും. പിന്നെ പഠിക്കട്ടെ, ഞാനും ഇങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ കളിച്ചും തലകുത്തും പറഞ്ഞു നടന്നതാണ് ഞാനും എൻ്റെ സഹോദരങ്ങളൊക്കെ. പിള്ളേരും അതൊക്കെ ഒരു പേടിയും വെറുപ്പും ഇഷ്ടക്കേടും ഇല്ലാതെ പഠിക്കട്ടെ എന്ന് ഞാനും കരുതി കേട്ടോ. ഇതാണ് പരിപാടി. അവിടെ കയറി വന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഞാൻ 1-2 പ്രാവശ്യം ഇരുന്ന് നോക്കി കേട്ടോ, നടപടിയില്ല. നമ്മൾ ഇരുന്നാൽ ഇങ്ങനെ ആടത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ റബ്ബർ വെട്ടിയിട്ട് ഇന്ന് റബ്ബർ വെട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ റബ്ബറെല്ലാം ഉടുപ്പിട്ടിരിപ്പുണ്ട് നോക്കി. അപ്പോഴാണ് കണ്ണിൽ പെട്ടത് കുറേ കുരുമുളക് വേറെ. പക്ഷെ ഇതൊന്നും എൻ്റെ കയ്യെത്താത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊന്നും നട്ട് വെച്ചതല്ല, തന്നെ കയറി പോയതാട്ടോ. നമ്മുടെ റബ്ബർ പിണ്ടി പെറുക്കിറക്കി ആയിട്ട് ഇരിപ്പുണ്ട്, ഉണങ്ങിയൊക്കെ തുടങ്ങി. പണ്ടൊരു കഥയുണ്ട് കേട്ടോ, ഈ റബ്ബർ പിണ്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു കഥ. എന്നാ പണ്ടൊരു അപ്പച്ചനെയും അമ്മച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന കാര്യമാണേ കേട്ടോ, കള്ളത്തരമല്ല, നടന്ന കാര്യമാണ്. ഒരിടത്തെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അപ്പം അപ്പച്ചന് റബ്ബർ വെട്ടൊക്കെ ഉണ്ട്, പണിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടുപാല് റബ്ബർ പിണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേരെന്ന് പറയും കേട്ടോ. അതായത് അടുപ്പിൻ്റെ മുകളിൽ ഈ കാപ്പിക്കുരും ഇതൊക്കെ ഉണങ്ങാൻ വേണ്ടി, അന്ന് അടുപ്പാണല്ലോ, പുകയടുപ്പാണല്ലോ, ഇങ്ങനെ ഒരു ചേര് പോലെ സാധനം കിട്ടും, സംഭവം ഇങ്ങനെ കിട്ടും. അപ്പോൾ അതെല്ലാം മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കൊണ്ട് ഈ പുകയൊക്കെ കൊണ്ട് ഇത് ഉണങ്ങി വരും. അപ്പോൾ അതുപോലെ സാധനം കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ റബ്ബർ പിണ്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് ഇച്ചിരി കാഴ്ചക്കുറവുണ്ട് കേട്ടോ. ഒരു ദിവസം അപ്പച്ചൻ ചോറുണ്ണാൻ വേണ്ടി വൈകുന്നേരം വരുമ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഊണാണ്. എന്താണെന്നറിയോ? ഇറച്ചിക്കറി. അപ്പോൾ അപ്പച്ചനെ ഓർത്ത് ഇന്ന് ഇറച്ചിക്കറി എന്താ? അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ച് ഇതിനാടി ഇറച്ചിക്കറിയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളല്ലേ ഇവിടെ ഇറച്ചി മേടിച്ചുകൊണ്ടെന്ന് വെച്ചത്? ഞാനങ്ങ് കറി വെച്ച് എന്ന് പറഞ്ഞു. അപ്പം നല്ല പോർക്ക് പോലെയോ പോത്ത് പോലെയൊക്കെ ഇരുന്ന് കാണും അല്ലേ? അങ്ങനെ ഒരു കഥയുണ്ട്. ഇത് ഉള്ളതാണ് കേട്ടോ, സംഭവിച്ചതാണ്. ഒരു കാഴ്ചക്കുറവുള്ള അമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ റബ്ബറിൽ നിന്ന് നമ്മൾ വെട്ടിയ ശേഷം ഉടനെ കിട്ടുന്ന റബ്ബർ പിണ്ടി ഉണ്ടല്ലോ, വൈറ്റ് കളറിലിരിക്കും. അത് ചിലപ്പോൾ ഇഡലിയാന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയാറുണ്ട് കേട്ടോ. ഇഡലി പോലെ തന്നെ ഇരിക്കും. അവിടെ ഇവിടെയൊക്കെ വിറക് കിടപ്പുണ്ട് കണ്ടോ. കൊച്ചങ്ങനെ തട്ടിമുട്ടിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവൾ ആഗ്രഹിച്ച കാര്യം നടന്നു. എന്താ? എൻ്റെ എളിയിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇറങ്ങത്തില്ല. ഇത്ര നേരം ഞാൻ പമ്മി നടക്കായിരുന്നു. ഇനി എവിടെയെങ്കിലും വീടുണ്ടല്ലോ എന്ന് കരുതി പിന്നെ എടുത്തത്. അപ്പോൾ അവളുടെ പാപ്പൻ താഴെ നിന്ന് അവളെ വിളിക്കും, വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് അങ്ങോട്ട് നോക്കി വിളി നിൽക്കുന്നേ. ഇത് ചേമ്പാണ് കേട്ടോ, ചേമ്പല്ല. അത് ഇലയ്ക്കും എൻ്റെ തണ്ടിനും കറി വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇല. നമ്മൾ സാധാരണ ചേമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൈ ചൊറിയും, നാവൊക്കെ ചൊറിയും. പക്ഷെ ഇതിനങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, എനിക്കിഷ്ടമാണ്. പക്ഷെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കഴിക്കത്തില്ല. കുടംപുളി ഇട്ടൊക്കെ വെക്കണം, അടിപൊളിയാണ്. ബ്ലഡൊക്കെ ഉണ്ടാകാനൊക്കെ നല്ലതാണ്. ഇതുണ്ടോ, ഞാൻ ഒരിക്കലും വളമിട്ട് കൊടുക്കാതെ ഒന്നും ചെയ്യാതെ തന്നെ പൂവിട്ട് കായായ മുളക് ചെടി. പിന്നെ പെരക്കകത്ത് കയറി പോന്നു, വീട്ടിലോട്ട് കയറി പോന്നു. നമ്മൾക്ക് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതരിഞ്ഞിട്ട് ഇതേ ഇച്ചിരി ഇഞ്ചി, അങ്ങനെ ഇച്ചിരി നാരങ്ങയുടെ നീരും കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ മതി, പിള്ളേരായതുകൊണ്ട് ഒക്കെ ഇട്ടിട്ട് ജ്യൂസാക്കി കൊടുത്തു കേട്ടോ. പക്ഷേ സാധാരണ നാരങ്ങ ജ്യൂസ് നാരങ്ങ വെള്ളമൊക്കെ കഴിക്കുന്ന ഒരുമാതിരി അവൾ കഴിക്കുന്നില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ മുഖം കണ്ടാലേ മനസ്സിലാവും. സാധാരണ നാരങ്ങ വെള്ളം കൊടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചാടും തുള്ളുമൊക്കെ ചെയ്യും. പക്ഷേ പുള്ളിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് ചോറ് തിന്നാൻ എപ്പോഴൊന്നും അങ്ങനെ താല്പര്യമില്ല, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മതി. ഞാൻ ചേമ്പ് ഇരിപ്പുണ്ട്, ചേമ്പ് പുഴുങ്ങിയാലോ എന്നൊരു തോന്നൽ. അപ്പോൾ എല്ലാവരും ഉണ്ടോ അങ്ങനെയാണ്, കത്തി കൊണ്ട് അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ നേരെ തിരിച്ചാണ്. കാരണം ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ അതിൻ്റെ തൊലി കളഞ്ഞ് ഞാൻ പെട്ടെന്ന് പോരും കേട്ടോ, കത്തിയുടെ ഇപ്പുറഭാഗം വെച്ച്. പിന്നെ എനിക്ക് അമ്മച്ചി തന്ന ഒരു കലം ഉണ്ടായിരുന്നു, ഒരു മൺകലം. അത് കഴിയൊക്കെ എടുത്തു.
ചാരമിട്ട് കഴുകിയൊക്കെ എടുത്തു കേട്ടോ. എനിക്കിങ്ങനെ ഈ മുറ്റത്തടുപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ, ഒരു രസം. പിന്നെ തീ കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ തിരി എടുത്തപ്പോഴൊരു കാര്യം ഓർക്കുന്നത്, പണ്ടത്തെ കാലത്ത് വെട്ടത്തിന് വേണ്ടി നമ്മുടെ ഈ ഓല വെച്ച് ആ വെട്ടത്തിന് കാര്യം പറഞ്ഞു, അതുപോലെ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, തിരി ഇങ്ങനെ വെച്ചിട്ട് പോകാം, കാറ്റൊന്നും അടിക്കത്തില്ല, പോകത്തില്ല. അങ്ങനെ നമ്മുടെ ചേമ്പ് പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്, നല്ല വെന്തിരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് മുളക് ആദ്യം മിക്സിയിലിട്ട് അരച്ചാലോ എന്ന് കരുതി, പക്ഷേ അതിൻ്റെ ടേസ്റ്റും ഇങ്ങനെ ഉടച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റും രണ്ടാണ്. ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട്. അപ്പം കൊച്ച് അവിടെ നിന്ന് ബഹളമൊക്കെ വെക്കുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമാണ് ചേമ്പ് കഴിക്കാൻ. അങ്ങനെയുണ്ടോ മുളക് ഉടച്ചതും, ശരിക്കും ഇതാണ് മുളക് ഉടച്ചത്. ചേമ്പും തലേ ദിവസത്തെ കുടംപുളിയിട്ട മീൻകറിയുടെ കുറേ ഇരിപ്പുണ്ടായിരുന്നു, അതും ആഹാ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. രണ്ടിൻ്റെ ടേസ്റ്റ് രണ്ടാട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കൊച്ച് മുളകൊന്നും തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റത്തില്ല അവൾക്ക്. ഞാൻ പിന്നെ ഇത് ചേമ്പ് ഉടച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കും, അവൾ കഴിച്ചോളും കേട്ടോ. അപ്പം മീനിൻ്റെ മണം വന്നിട്ട് ആളെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാലേ ഒരു മിഴുമി ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ, മീൻ കിട്ടുന്നവരെ. ഈ പൂച്ചകൾക്ക് ഈ പട്ടികൾക്കൊന്നും പുളിയുള്ള മീൻ അങ്ങനെ കൊടുക്കാൻ കൊള്ളത്തില്ലല്ലോ, അങ്ങനെ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ അവന് ഞാൻ വേറെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്ത് കൊടുത്ത്. അങ്ങനെ നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലെ പറമ്പിൽ കൂടെ പോകുന്ന വീഡിയോ ഇനിയുമുണ്ട്, അടുത്ത പ്രാവശ്യം ഞാനത് വിടാവേ. പ്രകൃതി ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബും കമൻറ്റ് കിട്ടുന്ന കൂടെ കൊടുക്കൂ പ്ലീസ്. അപ്പം ടാറ്റാ.